കഴിഞ്ഞ വീഡിയോയിൽ അശ്വത്ഥാമാവിന് ലഭിച്ച ഭീകരമായ ശാപത്തെക്കുറിച്ചും അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെന്ന വിശ്വാസം എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ചും നമ്മൾ കണ്ടു. പക്ഷെ കഥ അവിടെ തീരുന്നില്ല. നെറ്റിയിലെ ദിവ്യമണി നഷ്ടപ്പെട്ട ശേഷം അശ്വത്ഥാമാവ് എവിടേക്കാണ് പോയത്? ഇന്നും അദ്ദേഹത്തെ കണ്ടതായി ആളുകൾ പറയുന്നത് എന്തുകൊണ്ട്? അസീർഗഡ് കോട്ടയും നർമ്മദ തീരവും ഈ കഥയിൽ വരുന്നത് എങ്ങനെ? ഇന്ന് കഥയല്ല നമ്മൾ അന്വേഷിക്കുന്നത്, ആ കഥയ്ക്ക് പിന്നിലുള്ള തെളിവുകളും രഹസ്യങ്ങളുമാണ്. അശ്വത്ഥാമാവ് ഇന്നും ജീവിച്ചിരിപ്പുണ്ടോ? നമുക്ക് ഒന്ന് അന്വേഷിക്കാം. വെൽക്കം ബാക്ക് ടു ദ ചുരു. കുരുക്ഷേത്ര യുദ്ധം അവസാനിച്ചു. എല്ലാ മഹായോദ്ധാക്കളുടെയും കഥയ്ക്ക് ഒരു അവസാനം കിട്ടി. ഇന്നും ഇന്ത്യയിലെ ചില കാടുകളിലും കോട്ടകളിലും നെറ്റിയിലുണങ്ങാത്ത മുറിവുമായി ഒരാളെ കണ്ടതായി ആളുകൾ പറയുന്നു. അയാൾ അശ്വത്ഥാമാവാണോ? ഈ രഹസ്യത്തിന്റെ തുടക്കം കുരുക്ഷേത്ര യുദ്ധത്തിന്റെ അവസാനത്തിലാണ്. യുദ്ധം കഴിഞ്ഞിട്ടും അശ്വത്ഥാമാവിന്റെ പ്രതികാരം അവസാനിച്ചിരുന്നില്ല. അദ്ദേഹം ചെയ്ത കാര്യങ്ങളുടെ ഫലമായി ഒടുവിൽ ശ്രീകൃഷ്ണന്റെ ശാപം ലഭിച്ചു. മനുഷ്യരിൽ നിന്നകന്ന് വേദനയും രോഗവും സഹിച്ച് ഭൂമിയിൽ ഒറ്റയ്ക്ക് അലഞ്ഞു നടക്കേണ്ട ഒരു ജീവിതം. അശ്വത്ഥാമാവിന്റെ ശാപത്തിന്റെ മുഴുവൻ കഥയും അദ്ദേഹം എങ്ങനെ മഹാഭാരതത്തിലെ ശപിക്കപ്പെട്ട യോദ്ധാവായി മാറിയെന്നും ഞാൻ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ മുകളിൽ വരുന്ന കാർഡിൽ ക്ലിക്ക് ചെയ്ത് കാണാം. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ കഥ ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നില്ല. പക്ഷെ ശാപം ലഭിച്ച ശേഷം നടന്ന ഒരു സംഭവം ഈ മിസ്റ്ററി മനസ്സിലാക്കാൻ വളരെ പ്രധാനമാണ്. അത് അശ്വത്ഥാമാവിൻ്റെ നെറ്റിയിലെ ദിവ്യമണിയുമായി ബന്ധപ്പെട്ടതാണ്. അശ്വത്ഥാമാവിൻ്റെ നെറ്റിയിൽ ഒരു സാധാരണ ആഭരണമല്ല ഉണ്ടായിരുന്നത്. മഹാഭാരതത്തിലെ വിവരണമനുസരിച്ച് അദ്ദേഹത്തിന് ഒരു അതിശക്തമായ ദിവ്യമണി ഉണ്ടായിരുന്നു. ആ മണിയുടെ ശക്തിയെക്കുറിച്ച് അശ്വത്ഥാമാവ് തന്നെ പറയുന്ന ഒരു ഭാഗം സൗത്തിക പർവ്വത്തിൽ കാണാം. അത് ധരിക്കുന്നവന് ആയുധങ്ങളെയും രോഗങ്ങളെയും വിശപ്പിനെയും പേടിക്കേണ്ടതില്ലെന്നും ദേവന്മാർ, ദാനവർ, നാഗങ്ങൾ, രാക്ഷസർ എന്നിവരിൽ നിന്ന് പോലും സംരക്ഷണം ലഭിക്കുമെന്നും അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് തന്നെ ആ മണി ഉപേക്ഷിക്കാൻ ആദ്യം അശ്വത്ഥാമാവിന് മനസ്സുണ്ടായിരുന്നില്ല. ചിന്തിച്ചു നോക്കൂ, യുദ്ധം കഴിഞ്ഞു, എല്ലാം നഷ്ടപ്പെട്ടു. പിതാവ് നഷ്ടപ്പെട്ടു, സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന് ബാക്കിയുണ്ടായിരുന്ന ഏറ്റവും വിലപ്പെട്ട വസ്തു നഷ്ടപ്പെടുകയാണ്. ഒടുവിൽ അശ്വത്ഥാമാവ് ആ മണി മനസ്സില്ലാ മനസ്സോടെ വിട്ടുകൊടുക്കുന്നു. പാണ്ഡവർ അത് ദ്രൗപദിയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ കഥയിൽ വളരെ മനോഹരമായ ഒരു ചെറിയ സംഭവം നടക്കുന്നു. തൻ്റെ മക്കളെ നഷ്ടപ്പെട്ട ദ്രൗപദിക്ക് പ്രതികാരം ചെയ്യാനുള്ള അവസരം മുന്നിലുണ്ടായിരുന്നു. പക്ഷേ ദ്രോണാചാര്യരുടെ മകനായ അശ്വത്ഥാമാവിനെ ഗുരുപുത്രനായി മാനിച്ചുകൊണ്ട് ആ മണി യുധിഷ്ഠിരൻ ധരിക്കട്ടെ എന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ അശ്വത്ഥാമാവിൻ്റെ നെറ്റിയിലുണ്ടായിരുന്ന ആ ദിവ്യമണി ഒടുവിൽ യുധിഷ്ഠിരൻ്റെ തലയിൽ എത്തുന്നു. പക്ഷേ അശ്വത്ഥാമാവിൻ്റെ പിന്നീടുള്ള രൂപത്തെക്കുറിച്ചുള്ള ജനവിശ്വാസത്തിൽ ഇതിന് വലിയ സ്ഥാനമുണ്ട്. കാരണം മണി പോയിടത്ത് ഒരു മുറിവ് ബാക്കിയായി എന്നാണ് പിന്നീട് രൂപപ്പെട്ട വിശ്വാസം. ഇന്നും അശ്വത്ഥാമാവിനെ കണ്ടുവെന്ന് പറയുന്ന പല കഥകളിലും ആവർത്തിച്ചു വരുന്ന ഒരു അടയാളമുണ്ട്: നെറ്റിയിലെ മുറിവ്. ശാപത്തിന് ശേഷം മഹാഭാരതം അശ്വത്ഥാമാവിന് വലിയൊരു രാജകീയ അന്ത്യം നൽകുന്നില്ല. അദ്ദേഹം പിന്നീട് മറ്റൊരു യുദ്ധത്തിൽ മരിച്ചു എന്ന് പറയുന്നില്ല, വാർദ്ധക്യത്തിൽ മരിച്ചു എന്ന് പറയുന്നില്ല. പകരം വളരെ വിചിത്രമായൊരു ചിത്രം മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. മണി നഷ്ടപ്പെട്ട അശ്വത്ഥാമാവ് മറ്റുള്ളവരിൽ നിന്നകന്ന് വനത്തിലേക്ക് പോകുന്നു. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ കഥ നമ്മുടെ കാഴ്ചയിൽ നിന്ന് മങ്ങി തുടങ്ങുന്നത്. അദ്ദേഹം കാട്ടിലേക്ക് പോയി. പിന്നീട് എന്ത് സംഭവിച്ചു? അതിനൊരു ലളിതമായ മറുപടി കഥ നമുക്ക് തരുന്നില്ല. ഒരു പക്ഷേ അശ്വത്ഥാമാവിനെ ചുറ്റിപ്പറ്റിയ ഇന്നത്തെ മിസ്റ്ററിയുടെ ഏറ്റവും വലിയ കാരണം അതായിരിക്കാം. ആ കഥാപാത്രത്തിന് വ്യക്തമായ മരണമില്ല. അവസാനമായി കാണുന്നത് കാട്ടിലേക്ക് മറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അടുത്ത തലമുറ ചോദിക്കും, അദ്ദേഹം പിന്നെ എവിടെ പോയി? അവിടെ നിന്നാണ് കഥകൾ തുടങ്ങുന്നത്. കാലം കടന്നപ്പോൾ അശ്വത്ഥാമാവിനെ മറ്റൊരു വലിയ വിശ്വാസവുമായി ബന്ധപ്പെടുത്തി. ചിരഞ്ജീവികൾ. ഹിന്ദു പാരമ്പര്യത്തിൽ അസാധാരണമായി ദീർഘകാലം ജീവിക്കുന്നവരായി പറയപ്പെടുന്ന ചിലരുണ്ട്. ഹനുമാൻ, മഹാബലി, വ്യാസൻ, വിഭീഷണൻ, കൃപാചാര്യർ, പരശുരാമൻ. അവരോടൊപ്പം അശ്വത്ഥാമാവിൻ്റെ പേരും പ്രചാരത്തിലുള്ള ചിരഞ്ജീവി പരമ്പരയിൽ കാണാം. ഇവിടെയാണ് ഇന്നും ജീവിച്ചിരിക്കുന്ന അശ്വത്ഥാമാവ് എന്ന ആശയം കൂടുതൽ ശക്തമാകുന്നത്. എന്നാൽ ഇവിടെ ഒരു കൗതുകകരമായ വൈരുദ്ധ്യവുമുണ്ട്. മഹാഭാരതത്തിലെ ചില പഴയ വിവർത്തനങ്ങളിൽ ശ്രീകൃഷ്ണന്റെ ശാപത്തിന് 3000 വർഷം എന്ന കാലപരിധിയാണ് കാണുന്നത്. പക്ഷെ പിന്നീട് വളർന്ന ചിരഞ്ജീവി വിശ്വാസത്തിൽ അശ്വത്ഥാമാവിനെ അതിലും ദീർഘകാലം ജീവിക്കുന്ന ഒരാളായി കാണുന്നു.
അങ്ങനെ ഒരു പഴയ ശാപവും പിന്നീട് വളർന്ന മറ്റൊരു പാരമ്പര്യവും ഒന്നിച്ചപ്പോൾ ആളുകളുടെ മനസ്സിൽ ഒരു ചോദ്യം ശക്തമായി: അശ്വത്ഥാമാവ് ഇപ്പോഴും ഇവിടെ ഉണ്ടാകുമോ? പക്ഷെ ഇതിനെ വെറും പുസ്തകത്തിലെ വിശ്വാസമായി മാത്രം നിലനിർത്താതെ ഇന്ന് വരെ കൊണ്ടുവന്നത് ചില യഥാർത്ഥ സ്ഥലങ്ങളാണ്. അതിൽ ഏറ്റവും പ്രശസ്തമായത് അസീർഗഡ് കോട്ട. ഇവിടെ മറ്റൊരു കൗതുകകരമായ കാര്യം കൂടിയുണ്ട്. അശ്വത്ഥാമാവിൻ്റെ കഥയെ ചിലർ കൽക്കി അവതാരവുമായി ബന്ധിപ്പിച്ച് പറയാറുണ്ട്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം മനസ്സിലാക്കണം. കൽക്കി പുരാണത്തിൽ കലിയുഗത്തിൻ്റെ അവസാനത്തിൽ എത്തുന്ന കൽക്കിക്ക് ആയുധവിദ്യ അഭ്യസിപ്പിക്കുന്ന ഗുരുവായി പറയുന്നത് പരശുരാമനെയാണ്, അശ്വത്ഥാമാവിനെയല്ല. എന്നാൽ പുരാണ പരമ്പരയിൽ അശ്വത്ഥാമാവിൻ്റെ കഥ ഭാവിയിലേക്ക് നീളുന്നു. വരാനിരിക്കുന്ന സാവർണി മന്നന്തോരത്തിലെ സപ്തർഷിമാരിൽ ഒരാളായി അദ്ദേഹത്തിൻ്റെ പേരും പറയപ്പെടുന്നു. അപ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമായും ഉയരും: മഹാഭാരത കാലത്ത് ആരംഭിച്ച അശ്വത്ഥാമാവിൻ്റെ യാത്രയ്ക്ക് ഇനിയും ഒരു ദൗത്യം ബാക്കിയുണ്ടോ? അതിന് വ്യക്തമായ ഉത്തരം നമുക്കില്ല. മധ്യപ്രദേശിലെ ബുർഹാൻപൂരിന് സമീപം സത്പുര മലനിരകളിലാണ് പഴയ അസീർഗഡ് കോട്ട. ചരിത്രം നിറഞ്ഞൊരു സ്ഥലം. പക്ഷെ ഇന്നത്തെ പലർക്കും ഈ കോട്ടയെക്കുറിച്ച് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് അശ്വത്ഥാമാവിനെയാണ്. കോട്ടയ്ക്കുള്ളിൽ ശിവനുമായി ബന്ധപ്പെട്ട ഒരു പഴയ ആരാധന സ്ഥലമുണ്ട്. പ്രദേശത്ത് തലമുറകളായി പറയപ്പെടുന്ന വിശ്വാസമനുസരിച്ച് അശ്വത്ഥാമാവ് ഇവിടെ ശിവനെ ആരാധിക്കാൻ വരുന്നു. അതുപോലും പകൽ ആളുകൾക്കിടയിൽ വന്നല്ല, രാത്രിയിലോ അല്ലെങ്കിൽ അതിരാവിലെയോ ആണ്. പുലർച്ചെ ക്ഷേത്രത്തിലെത്തുമ്പോൾ ശിവലിംഗത്തിൽ പൂക്കളോ പൂജയുടെ അടയാളങ്ങളോ കണ്ടിട്ടുണ്ടെന്നും പക്ഷെ അതാരാണ് ചെയ്തതെന്നും ആരും കണ്ടിട്ടില്ലെന്നും കഥകൾ പറയുന്നു. അതോടെ സ്വാഭാവികമായി ഒരു ചോദ്യം ഉയരും: രാത്രിയിൽ ഇവിടെ ആരാണ് വരുന്നത്? അത് അശ്വത്ഥാമാവാണോ? അസീർഗഡ് കോട്ട യഥാർത്ഥമാണ്. അവിടെയുള്ള അശ്വത്ഥാമാവ് സംബന്ധിച്ച പ്രാദേശിക വിശ്വാസവും രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷേ രാത്രിയിൽ അവിടെ എത്തുന്ന വ്യക്തി അശ്വത്ഥാമാവാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള സ്ഥിരീകരിക്കപ്പെട്ട തെളിവ് ഇന്ന് വരെ കണ്ടെത്തിയിട്ടില്ല. അതാണ് ഈ കഥയെ രസകരമാക്കുന്നത്. നമ്മുടെ മുന്നിൽ ഒരു യഥാർത്ഥ സ്ഥലമുണ്ട്, നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു വിശ്വാസമുണ്ട്. പക്ഷെ അതിൻ്റെ നടുവിലുള്ള മനുഷ്യൻ ആരാണെന്ന് മാത്രം നമുക്കറിയില്ല. അതിലും കൗതുകകരമായ കാര്യം, അശ്വത്ഥാമാവിനെ കണ്ടുവെന്ന കഥകൾ അസീർഗഡിൽ മാത്രം നിൽക്കുന്നില്ല. നർമ്മദ നദിയുടെ തീരപ്രദേശങ്ങളിലും അശ്വത്ഥാമാവിനെ കുറിച്ചുള്ള കഥകൾ പ്രചരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നർമ്മദ പരിക്രമ പോലെയുള്ള ദീർഘയാത്രകൾ നടത്തുന്നവരുടെ ഇടയിൽ വ്യത്യസ്ത കഥകൾ. പക്ഷെ അവയിൽ പ്രത്യക്ഷപ്പെടുന്ന മനുഷ്യന് പലപ്പോഴും ഒരേ സ്വഭാവങ്ങളാണ്: അസാധാരണമായ ഉയരം, ഒറ്റയ്ക്കുള്ള യാത്ര, ആളുകളോട് അധികം സംസാരിക്കാത്ത സ്വഭാവം, പിന്നെ നെറ്റിയിലെ മുറിവ്. ചില കഥകളിൽ ആ അജ്ഞാതൻ മുറിവിന് പുരട്ടാൻ എണ്ണ ചോദിച്ചതായി പറയുന്നു. മറ്റു ചിലതിൽ ഭക്ഷണമോ വെള്ളമോ ചോദിക്കുന്നു. പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾ അവിടെ ഉണ്ടാകില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ രോമാഞ്ചം വരും. പക്ഷെ ഇവിടെ നമ്മൾ ഒരു കാര്യം ഓർക്കണം: ഒരേ കഥ തലമുറകളായി കേട്ടുവളർന്ന ആളുകൾക്ക് നെറ്റിയിൽ മുറിവുള്ള ഏതെങ്കിലും അജ്ഞാത സന്യാസിയെ കണ്ടാൽ അത് അശ്വത്ഥാമാവായി ബന്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതേസമയം വിശ്വസിക്കുന്നവർ മറ്റൊരു ചോദ്യം ചോദിക്കും: സ്ഥലങ്ങളും ആളുകളും മാറിയിട്ടും എന്തുകൊണ്ടാണ് ഒരേ അടയാളം വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത്? നെറ്റിയിലെ മുറിവ്, ഒറ്റപ്പെടൽ, കാട്, നീണ്ട യാത്ര. അതായത് ഇവിടെ ഒരു യഥാർത്ഥ വ്യക്തിയാണോ തലമുറകളിലൂടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? അതോ പഴയ കഥയുടെ രൂപത്തിനനുസരിച്ച് പുതിയ അനുഭവങ്ങളെ നമ്മൾ മാറ്റി വായിക്കുകയാണോ? ഇതിനിടയിൽ അശ്വത്ഥാമാവിനെ കുറിച്ച് വളരെ പ്രശസ്തമായ മറ്റൊരു കഥയും പ്രചരിക്കുന്നുണ്ട്. നെറ്റിയിൽ ഭേദമാകാത്ത വലിയൊരു മുറിവുമായി ഒരാൾ ചികിത്സ തേടിയെത്തിയത്രേ. എത്ര ചികിത്സിച്ചിട്ടും മുറിവ് ഭേദമായില്ല. ഒടുവിൽ ചികിത്സകൻ തമാശയായോ സംശയത്തോടെയോ നിങ്ങൾ അശ്വത്ഥാമാവാണോ എന്ന് ചോദിച്ചതോടെ ആ അജ്ഞാതൻ പിന്നീട് കാണാതായി എന്നാണ് കഥ. ഇതിന് പല പതിപ്പുകളുണ്ട്. സ്ഥലവും കാലവും ചികിത്സകന്റെ വിവരങ്ങളും കഥ പറയുന്നവരെ ആശ്രയിച്ച് മാറുന്നു. പക്ഷെ ആ കഥയെ ഒരു ചരിത്ര സംഭവമായി ഉറപ്പിക്കാൻ ആവശ്യമായ വ്യക്തമായ ചികിത്സാ രേഖകളും തിരിച്ചറിയൽ വിവരങ്ങളും സ്വതന്ത്ര സ്ഥിരീകരണവും ലഭ്യമല്ല. അതുകൊണ്ട് ഇത് ശക്തമായൊരു ജനകഥയാണ്, ഉറച്ച തെളിവല്ല. പക്ഷെ അതിശയകരമായി വീണ്ടും അവിടെയും വരുന്നത് അതേ അടയാളമാണ്: നെറ്റിയിലെ മുറിവ്. അതാണ് അശ്വത്ഥാമാവിൻ്റെ കഥയെ ഇത്രയും കാലം ജീവനോടെ നിലനിർത്തുന്ന പ്രധാന ചിത്രങ്ങളിലൊന്ന്. ഇപ്പോൾ നമ്മൾ കേട്ടതെല്ലാം ഒന്ന് ചേർത്ത് നോക്കാം. മഹാഭാരതത്തിൽ അശ്വത്ഥാമാവിന് ശാപം ലഭിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ദിവ്യമണി നഷ്ടപ്പെടുന്നു. മണി പിന്നീട് യുധിഷ്ഠിരൻ ധരിക്കുന്നു. അശ്വത്ഥാമാവ് വനത്തിലേക്ക് പോകുന്നു. പിന്നീട് അദ്ദേഹത്തെ ചിരഞ്ജീവിയായി കാണുന്ന ഒരു ശക്തമായ പാരമ്പര്യം വളരുന്നു. അസീർഗഡിലും നർമ്മദ പ്രദേശങ്ങളിലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിശ്വാസവുമുണ്ട്. നെറ്റിയിലെ മുറിവുള്ള അജ്ഞാതനെക്കുറിച്ചുള്ള അനുഭവ കഥകളുണ്ട്. പക്ഷെ ഇതെല്ലാം ചേർത്താലും
അശ്വത്ഥാമാവ് ഇന്നും ശരീരത്തോടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഉറപ്പിക്കുന്ന പരിശോധനയ്ക്ക് വിധേയമാകുന്ന തെളിവ് നമുക്ക് ലഭിച്ചിട്ടില്ല. അദ്ദേഹമാണെന്ന് തെളിയിച്ച ഒരു വ്യക്തിയില്ല. വിശ്വസനീയമായി തുടർച്ചയായി പിന്തുടരാൻ കഴിയുന്ന ചരിത്ര രേഖയില്ല. ആധുനിക പരിശോധനയിലൂടെ സ്ഥിരീകരിച്ച തെളിവുമില്ല. അപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് ഇത്രയാണ്: അശ്വത്ഥാമാവ് ഇന്നും ജീവിക്കുന്നു എന്നത് തെളിയിക്കപ്പെട്ട വസ്തുതയല്ല. പക്ഷേ അദ്ദേഹം ഇന്നും ജീവിക്കുന്നുവെന്ന് വിശ്വസിക്കുന്ന പാരമ്പര്യം വളരെ ശക്തമാണ്. ഇവ രണ്ടും ഒരേ കാര്യമല്ല. എന്നിട്ടും ഈ കഥ മരിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇവിടെയാണ് എനിക്ക് ഏറ്റവും രസകരമായി തോന്നുന്ന ചോദ്യം. അശ്വത്ഥാമാവിൻ്റെ കഥ എന്തുകൊണ്ടാണ് ഇന്ന് നമ്മളെ ആകർഷിക്കുന്നത്? ഒരു കാരണം അദ്ദേഹത്തിന് വ്യക്തമായ ഒരു അവസാനം ഇല്ലാത്തതാകാം. മറ്റൊരു കാരണം അദ്ദേഹത്തിൻ്റെ ശിക്ഷയാണ്. സാധാരണയായി നമ്മൾ അമരത്വത്തെ അനുഗ്രഹമായാണ് കാണുന്നത്. ഒരിക്കലും മരിക്കേണ്ടതില്ല, കാലത്തെ തോൽപ്പിച്ച് ജീവിക്കാം. പക്ഷെ അശ്വത്ഥാമാവിൻ്റെ കഥയിൽ അതിൻ്റെ അർത്ഥം തന്നെ മാറിപ്പോകുന്നു. നമുക്കൊന്ന് സങ്കല്പിച്ചു നോക്കാം. നിങ്ങൾ അറിയുന്ന എല്ലാവരും മരിച്ചു. നിങ്ങൾ ജനിച്ച രാജ്യം മാറി. നിങ്ങൾ സംസാരിച്ച ഭാഷ മാറി. നിങ്ങൾ കണ്ട നഗരങ്ങൾ ഇല്ലാതായി. രാജാക്കന്മാർ വന്നുപോയി. സാമ്രാജ്യങ്ങൾ ഉയർന്നു തകർന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾ കടന്നുപോയി. പക്ഷെ നിങ്ങൾക്ക് മാത്രം പോകാൻ കഴിയുന്നില്ല. അങ്ങനെയെങ്കിൽ അത് അമരത്വമാണോ അതോ മരണം പോലും ലഭിക്കാത്ത ശിക്ഷയാണോ? ഒരുപക്ഷെ അശ്വത്ഥാമാവിൻ്റെ കഥയിലെ ഏറ്റവും വലിയ മിസ്റ്ററി അദ്ദേഹം ഇന്നും അസീർഗട്ട് കോട്ടയിൽ വരുന്നുണ്ടോ എന്നതല്ല. നർമ്മദാ തീരത്ത് ആളുകൾ കണ്ട അജ്ഞാതൻ അദ്ദേഹമാണോ എന്നതുമല്ല. നെറ്റിയിലെ മുറിവുമായി ചികിത്സ തേടിയ മനുഷ്യൻ യഥാർത്ഥത്തിൽ അശ്വത്ഥാമാവായിരുന്നോ എന്നതുമല്ല. യഥാർത്ഥ മിസ്റ്ററി മറ്റൊന്നാകാം. ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഈ ഒരൊറ്റ യോദ്ധാവിൻ്റെ കഥ മരിക്കാത്തത്? ശരീരത്തോടെ അശ്വത്ഥാമാവ് ഇന്നും ജീവിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. അതിന് ഉറച്ച തെളിവുമില്ല. പക്ഷേ മഹാഭാരതത്തിൽ നിന്ന് തുടങ്ങി കാടുകളിലൂടെ, കോട്ടകളിലൂടെ, നർമ്മദയുടെ തീരങ്ങളിലൂടെ, തലമുറകളുടെ കഥകളിലൂടെ അശ്വത്ഥാമാവ് ഇന്ന് യാത്ര തുടരുകയാണ്. അശ്വത്ഥാമാവ് യഥാർത്ഥത്തിൽ ഇന്നും എവിടെയെങ്കിലും ജീവിക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ എഴുതൂ. കാരണം അശ്വത്ഥാമാവിൻ്റെ കഥ അവസാനിച്ചിരിക്കാം, പക്ഷെ അശ്വത്ഥാമാവിൻ്റെ രഹസ്യം ഇന്നും അവസാനിച്ചിട്ടില്ല.